പൊന്നും നിറവറയണിഞ്ഞ ശ്രീ മഹാഗണപതിയുടെ തിരുമുൻപാതുകം വാഴുക. ഹരി എന്നെടുത്തൂര് ആദി നല്ലക്ഷരം വാഴുക. ശ്രീ എന്ന എൻ്റെ നല്ല മാതാവും വാഴുക. മാതാവിലോ പിതാവിലോ ജണ്ടൻ ചേട്ടൻ മാതുല്യവൾ മൂവേടി 21 ശ്രീ ഗുരുവേ ഗുരു ബ്യോധകന്മാര് വാഴി. ഒന്നിനൊന്നേ ഓങ്കാരം വാഴുക. രണ്ടിലോ ശിവനും ശക്തിയും വാഴുക. മൂന്നില് ബ്രഹ്മൻ വിഷ്ണു മഹേശ്വരന്മാരും വാഴുക. നാലിലോ 4 കൊല്ലം മലപർവ്വതം വാഴുക. അഞ്ചിൽ പഞ്ചമഭൂതാദികൾ 5 വാഴുക. ആറിൽ 6 കലശങ്ങളും വാഴുക. 7 അണിന്തിനോരക്ഷരം വാഴുക. 8 അട്ടദിക്ക് പാലകന്മാര് വാഴുക. ഗണപതി വാഴുക. 11 രുദ്രൻ വാഴുക. 12 12 കതിരാദിത്യന്മാരും വാഴുക. ആയതിനകത്ത് രാവില്ല പകലില്ല മഞ്ഞില്ല മാറിയില്ലാതിരിക്കുമ്പോൾ ശ്രീ മഹാദേവൻ ഗണപതി എന്ന് തോന്നിച്ചു. ഗണപതി തന്റെ കൊമ്പുകൊണ്ട് കുത്തിയുയർത്തിയ മേലുയർന്ന മേലാകാശം വാഴുക. കാലുകൊണ്ട് ചവിട്ടിയുരുത്തിയ കീഴെന്ന കീഴ്ഭൂമി ധനിക മണ്ഡപം വാഴുക. എന്തെല്ലാം അന്നം വിളയാട്ടങ്ങളെ കാണുന്നു. രാവുക്കുരാവുടയ ചന്ദ്രഭഗവാനും വാഴുക. പകലക്ക് പകലുടയ ആദിത്യ ഭഗവാനും വാഴുക. 4 കോൽമീൻ നഗരം നക്ഷത്രാദികളും വാഴുക. ഇന്ദ്രാദി മന്ത്രാദി ദേവഗണങ്ങളും വാഴുക. അച്ഛൻ തമ്പുരാന്റെ നാഗമണി കൊടിമല്ലക്കല് ഊതുമ്പോൾ കൊടി തോടുന്ന ചവിട്ടുമ്പോൾ വെണ്ണ വഴുക്കുന്ന 5 മാൻകാലുകരിങ്കല്ലിന്റെ ഉൾനാളത്തിൽ നിന്നും ഉത്ഭവിച്ചു ദൈവം. 4 ഗണപതി 2 ഊരുക്ക് ഊരുടയ ബ്രഹ്മൻ ബ്രഹ്മരക്ഷസ് വല്ലസുരങ്കാളി തുള്ളക്കാളി കൊടുങ്കാളി വാഴും മേലമ്മ വാഴുന്ന ഭദ്രകാളി അമ്മയും വാഴും. ഒരു കൂറ് വെട്ടുന്നു ഉച്ചാതിരിഞ്ഞാല് 2 കൂറ് വെട്ടുന്ന വാങ്ങേരിപ്പടയേറി വെട്ടുന്ന പാലിയത്തച്ഛന്റെ തിരുനാമം വാഴുക. ഔണ്ടറച്ചാരിൽ ചെന്നു കുളി കരിഞ്ഞു എത്തിക്കോട്ട് കൊടുമുല്ലക്കലെ ചെന്നു ശാന്തിയും കഴിഞ്ഞു. ഗിരിഞ്ഞാല കുടയോടെ കടന്നു ചെന്നു തെക്കിനി എന്ന കിടപ്പോ മുറിയില് സുഖലാണ്ട ഉറക്കം ഉറങ്ങുന്ന ബ്രഹ്മാണ്ടകപാലകരെ പടയ്ക്കും കുടയ്ക്കും അഴകിയ പടായുടെ പൊന്നു നമ്പിക്കനും ആയതിനകത്ത് കൊച്ചി കൊടുങ്ങല്ലൂരും വാഴുക. ആലുവാവിട്ടത്തൂരും വാഴുക. മുകുന്ദപുരം തേവരും വാഴുക.
തിരുവഞ്ചിക്കുളത്തപ്പൻ ശ്രീമഹാദേവനും വാഴുക. വിളിക്കുമ്പോൾ കൂടെ വിളി കേൾക്കുന്ന ഇരിഞ്ഞാലക്കുട കൂടൽ മാണിക്കയപ്പ കുലയാണ്ട പരദൈവവും വാഴുക. വാതിൽ മാടത്തിങ്കറി വാഴുന്ന അമ്മ ലോകമാതാവ് തമ്പുരാട്ടി വാഴും. നാട്ടിലേക്ക് ഇറങ്ങിയൊരു നാട് വേടവസുനാടും വാഴുക. ദേശത്തിൽ അടങ്ങിയൊരു ദേശം പഴുവിലെ എന്ന ദേശവും കരയും കരപ്പുറവും വാഴുക. തട്ടകത്തെ ലോകമാതാവ് തമ്പുരാട്ടിയമ്മയും വാഴുക. ഭഗവതിയുടെ കല്ലിരിക്കും താഴെ മതിൽക്കും പുറമേ പടിയാല പടികടച്ചു കുടിയിരിക്കുന്ന പേരും പെരുമയാർന്ന നല്ലൊരു തനിയുടെ തറവാട്. വെട്ടിയാട്ടില്ലെന്ന നല്ല തനിയുടെ തറവാടും വാഴുന്നതാനിന്നം തനിയുടെ തറവാട്ടിലാകിരിക്കുന്നു. പണ്ടേരു മകന്നണി വളർന്നു കൃഷ്ണനെന്ന മകനായിരിക്കുന്നല്ലോ. ഏറിയൊരു കാലങ്ങളെ കഴിയുമ്പോ തനിയുടെ തറവാടിന്റെ പോർപ്പടി കടന്നു. മലയാളം നാടും വിട്ടുവഴി പോകുന്നു മകൾ. പാണ്ഡിപരദേശത്തോടെ കടന്നു ചെന്നു വേണ്ടുന്ന മഠപതി മൂലസേവ മന്ത്രവാസങ്ങളൊക്കെ പഠിച്ചു കയറേറി തെളിഞ്ഞ് കൃഷ്ണനെന്ന മകനായിരിക്കുന്നല്ലോ. വെട്ടിയാട്ടിലെ വാഴുന്ന തറവാട്ടിലെ ഓരോരോ സേവാമൂർത്തികളെ വെവ്വേറെ വെവ്വേറെ കുടിവയ്ക്കുന്ന മകനാണ്. വെട്ടിയാട്ടിൽ വാഴുന്ന തനിയുടെ തറവാട്ടില് നാഗയക്ഷി നാഗരാജാവ് കരിനാഗം മണിനാഗം മഞ്ജനാഗങ്ങളും വാഴുക. അച്ഛൻ പരമേശ്വര ഭഗവാന്റെ മൂന്നേമാനെന്ന തൃക്കണ്ണിൽ നിന്ന് പളുങ്കുപോലെ പൊട്ടി പാലുപോലെ ഉരുത്തിരിഞ്ഞു വീണ മഹാരുദ്ര ഭദ്രകാളി അമ്മയും വാഴും. കോപത്താല് പിറന്നോരു മകന് 32 തൃക്കല 64 തൃക്കൈ 1001 തൃക്ഷണ അടിക്ക് 6000 പാമ്പ് മുടിയിൽ 3000 പാമ്പണിഞ്ഞോരു മകന്. അച്ഛന്റെ കോപത്താല് പിറന്ന അഘോര വീരഭദ്രസ്വാമിയും വാഴുക. വടുതനപ്പാടങ്ങളൊക്കെ വെട്ടിവില തുറന്ന ഓമനമായവർ കരിങ്കുട്ടിക്കാത്തനും വാഴുക. കാപ്പിരി മുത്തപ്പനും വാഴുക. ഭുവനേശ്വരി അമ്മയും വാഴുക. താനിന്നം തനിയുടെ തറവാട്ടിന് കുടികൊള്ളുന്ന ദാനധർമ്മങ്ങളൊക്കെയും വാഴുക. അച്ഛൻ പരമേശ്വര ഭഗവാന്റെ ബീജത്താലും പിറന്നോരു മകന്. വിഷ്ണു നാരായണമൂർത്തിയുടെ മായത്താലും പിറന്നോരു മകന്. അസുര ഗുരുവേ പേരും പെരുമയാർന്ന താനിന്നം തനിയുടെ തറവാടായിരിക്കുന്ന പൊന്നരി യമണേങ്കാട് എന്ന തറവാട്ടില് അയ്യോരിപ്പട കൊട്ടിലിനകത്ത് ഒറ്റക്കാലുള്ള പട്ടശ്രീ പീഠം പരിമുകളിൽ കുടികൊള്ളുന്ന പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയും വാഴും.
അനില്ലന്തരുടെ തറവാട്ടിലുള്ള നേർച്ച വഴിപാടുകളൊക്കെ മുടക്കം കൂടാതെ കൊടുക്കുവാനും സന്തതി പരമ്പരകളെ കാത്തു രക്ഷിക്കാനും തുള്ളാത്ത പിണിമാര തുള്ളിക്കുവാനും ഒഴിയാത്ത ആട്ടുമാട്ടു ദോഷമാരണങ്ങളും ഒക്കെ അല്ലനെ ആപത്ത് കൂടാതെ തീർക്കുവാൻ ഏഴുന്നിരിക്കെ കുളിച്ചു നോറ്റുമാറ്റം പകർന്നുടിത്തിരിക്കുന്ന ഏക വിഷ്ണു പിടിയാടരം വാഴും ായിരിക്കുന്നല്ലോ നടുക്കളത്തിലേക്ക് കാട്ടി തെളിച്ചോരു കരിക്കും കലശങ്ങള് അരിമണിജത ഗന്ധധൂമദീപങ്ങളായ പൂജകളും കണ്ടുണരേണമെന്നും വലതുവാകെ വെച്ചിട്ടുള്ള മാറ്റും പീഠവും വിത്തും വെള്ളരികളും കണ്ടുകൊണ്ടേ ഉണരേണമെന്നും വെളിച്ചത്ത് വന്നു ഉണ്ടകത്ത് ഉരുളകത്ത് വീണ ദണ്ഡജ്ഞാനം വഴിയെ രണ്ട് വാക്ക് നടുക്കളത്തിന് വന്നു നല്ലത് ചൊല്ലുവാനോ വ്യക്തിയാട്ടിൽ വാഴുന്ന തനിയുടെ തറവാട്ടിന് കുടികൊള്ളുന്ന കല്ലുമല്ല പരമ്പര ദൈവമായിരിക്കുന്ന കൃഷ്ണൻ എന്നൂര് മുത്തപ്പനും വാഴുന്ന പൂ വേണം തിരുമനം കണ്ടേ ഉണരേണം കണ്ടേ ഉണ്ട് അണിവിലാസ പുഞ്ചിരി കൈകൊള്ള വേണം പടയ്ക്കും കുടയ്ക്കും അഴകിയ പടയുടെ 18 അമ്മലവാഴിമുണ്ടയ്യ ദൈവങ്ങളൊക്കെ നാട്ടിൽ തെളിഞ്ഞ നാട് വേളവത്ത് നാടും വാഴുക ദേശത്തിൽ അഴകിയ ദേശമാകുന്നു പഴുവിൽ ദേശം നരയും നരപ്പുറം വാഴുക തട്ടകമാദേവി തമ്പുരാട്ടിയുടെ കല്ലിലേക്കും താഴെ മതിലേക്കും പുറമേ പടിയാറ് പടിയടച്ചു കുടിയിരിക്കുന്ന 4 വീട്ടിൽ തെളിഞ്ഞോരു താനില്ലം തനിയുടെ തറവാടാകുന്നു വെട്ടിയാട്ടിൽ വാഴുന്ന താനില്ലം തനിയുടെ തറവാടും വാഴുകേ വെട്ടിയാട്ടിൽ വാഴുന്ന താനില്ലം തനിയുടെ തറവാട്ടിന് പണ്ടേക്കും പണ്ട് ഉടൻ മറഞ്ഞു പോയിട്ടുള്ളോ ഒരു വായു കാരണവന്മാര് വാഴുക കാൺമാൻ കൊതിച്ചു വെട്ടിടെ തണി വളർത്തിയോരോ ശങ്കരൻ എന്ന മുത്തച്ഛൻ വാഴുകയിരുന്നു പാർത്തും അന്നേരം കൃഷ്ണൻ എന്ന മുത്തച്ഛൻ വാഴുക അന്നേരമായിരിക്കുന്നല്ലോ ഇരുന്നും പാർത്തും പുലർന്നും അരയിരിക്കുന്നു ഒരു കാലത്ത് പൊൻകൊടുത്തു കൊഴുതുകൊണ്ടോ പണം കൊടുത്തു പാണ്ടത്തോട്ടങ്ങൾ കൈവഴങ്ങുന്നു കൈക്കോട്ടിനാലെ കളച്ചു ചീരയും തൈക്കളും ഇട്ടും നട്ടും പരിപാലിച്ചെറിയിരിക്കുന്ന കാലത്ത് മാറ്റാനക്കരെ മറുദേശത്ത് ചെല്ലുന്നു ഒന്നല്ലോ ശ്രീയോലംബ കന്യാവിനെ കണ്ടു മനം തെളിയുന്നു താലി കെട്ടുന്നു കുടവയും കൊടുത്തു അങ്ങനെ വെട്ടിയാട്ടിൽ വാഴുന്ന താനില്ല നടിയുടെ തറവാട്ടിലേക്ക് പേട് കഴിച്ചു കൊണ്ടുപോരുന്ന കാലം ായിരിക്കുന്നല്ലോ വെട്ടിയാട്ടിൽ വാഴുന്ന തനിയുടെ തറവാട്ടിലെ ഊട്ടിയാർ പുരുഷൻ തിരുവടി നല്ല കന്യാവ് മകള് കല്യാണം കഴിച്ചു കൊണ്ടുവന്നു ഏറിയൊരു മാസങ്ങളും വർഷങ്ങളും കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞു കന്യാവ് മകൾക്ക് ഇതുവരേക്കും അവളൊന്ന് പെറ്റു കാണാനില്ല
പ്രസവിച്ചു കാണാനില്ലാതെ കണ്ടുവരയിരിക്കുമ്പോ തൻകടവൻ തന്റെ ഭർത്താവ് ചോദിച്ചിടി മോളെ, നമ്മളുടെ കല്യാണം വേടികളൊക്കെ കഴിഞ്ഞിട്ട് ഏറിയൊരു കൊല്ലങ്ങൾ കഴിഞ്ഞില്ലേ, ഇതുവരേക്കും നീയൊന്ന് പെറ്റുപോയില്ല മകള്, പ്രസവിച്ചു പോയിട്ടില്ലടി. ഈ കണക്കിന് പോയാൽ നമ്മളോട് വെട്ടിയാട്ടിൽ വാടുന്ന തനിയുടെ തറവാടിന്റെ മുറ്റത്ത് കുഞ്ഞിക്കാലടികളെ വെച്ച് വൈദങ്ങള് ഓടിച്ചാടി കളിക്കുന്നത് കാണുവാനും, നമ്മളുടെ തറവാട്ടില് കുഞ്ഞിക്കിണ്ണത്തില് ചോറ് ഇട്ട് വാരി തിന്നു കളിക്കുന്നത് കാണുവാനും, നമ്മളുടെ ശേഷക്രിയകൾ ചെയ്യുവാനും ആളില്ല അർത്ഥമില്ലാതെയാകുമല്ലോ കന്യാവേ എന്ന് തൻകണവൻ തന്റെ ഭർത്താവ് അരുളി ചെയ്യുമ്പോൾ കന്യാവ് മകളായിരിക്കുന്നല്ലോ. വെള്ളം കണ്ടിടത്തെല്ലാം പൂവിട്ട് പുഷ്പാരാധന നടത്തുന്നുണ്ട്. കല്ല് കണ്ടിടത്ത് വെള്ളം കണ്ടിടത്തെല്ലാം കുളിക്കുന്നു. തട്ടകത്തെ അമ്മ ദേവിയുടെ തിരുനടയോടെ ചെന്നു പുഷ്പാഞ്ജലി കർമ്മങ്ങളെ അർപ്പിക്കുന്നു. അയ്യപ്പന്മാർക്ക് അരിപ്പറ നേരുന്നു. സാത്താക്കന്മാർക്ക് ശംഖും ശരക്കോലും നേറ്റ വഴിപാടുകളും കൊടുത്തു. ഏറിയൊരു കാലങ്ങള് കഴിയുമ്പോ ശ്രീയോരമ്പ കന്യാവ് മകള് അന്നം അമൃത ഭോജനങ്ങളും ഒരുക്കി വെച്ചു. അവരുടെ കിടപ്പ് മുറിയോട് കടന്നു ചെന്നു. പഞ്ഞണി തേർമത്തയിന്മേൽ അവരായിരിക്കുന്നു. തൻകണവൻ തന്റെ ഭർത്താവുമൊത്ത് അന്നുറക്കം പൊന്നുറക്കം പ്രാവുറക്കം കുംഭകർണന്റെ സുഖലാണ്ട ഉറക്കങ്ങള് ഉറങ്ങി കാണുന്നത്. ശ്രീയോരംഭകന്യാവായിരിക്കുന്നല്ലോ. പുലരുവാനേടരാരാവുള്ളൊരു സമയത്ത് പെട്ടെന്നിനെ ഞെട്ടി തന്റെ ഭർത്താവിന്റെ പാദം തൊട്ടു വന്ദനാ കഴിഞ്ഞു. അന്നേരം മുടച്ച വാതില് തട്ടി താൻ തുറന്നു. മുറ്റം പണിക്കുന്ന ചൂലം നെടുക്കലമെടുത്തു. 4 3 7 വരി മുറ്റം ആചയും പൂശിയും നിലനിൽക്കുമ്പോ കന്യാവുടത്തോരോ ഓടിയാണ് തലക്കിൽ 2 തുള്ളി ചുമന്നു. മാർകുടി കണ്ടു. അങ്ങനെ 3 മുടങ്ങടന്നു. 4 നീരും കുളിച്ചു. കോട്ടയിലേക്ക് നീർ കോരി കൊണ്ടുവന്നു. ഇല്ലത്തിന്റെ ഇറക്കൊഴിച്ചിറക്ക് വെള്ളം ഞാലൊഴുക്കി അങ്ങത്തെല്ല മുഖതാഴിലേക്ക് കടന്നു ചെന്നു. നനഞ്ഞിരാടി സുഖലാടകളൊക്കെ പാറ്റി പകർന്നെടുത്തു. അട്ടം തൊട്ടു മഷിയെഴുതുന്നു. ഉൾക്കണ്ണിൽ മഷിയെഴുതുന്നു. ഉപ്പോടണന്നല്ലേരുവേ ഉള്ളങ്ങയ്യാലേ ചന്ദനം അമൃതേറ്റും കഴിഞ്ഞു. ഉപ്പ് ചെന്നുരുളാകുന്നു. അരി ചെന്നേ കരുവോറ്റുന്നു. കരുവേ കരുവാകുന്നു. ഈ തുളിവേ ചുളിവാകുന്നേ. അന്നേക്ക് ഒന്നാകുന്ന മാസത്തിൽ ശ്രീയോരംഭകന്യാവിന് ഗർഭമുണ്ടയോ ഇല്ലയോ എന്നൊരു ഇടവഴക്കം മരവഴക്കം സംശയങ്ങളാലെ തോന്നി വെട്ടിയാട്ടിൽ വാഴുന്ന അഴകുള്ള കനിയുടെ തറവാട്ടിൽ ശ്രീയോരംഭകന്യാവ് അരയിരുന്നു കാണുന്നതേ. ഗർഭം ഉണ്ടോ ഇല്ലയോ ഉണ്ടോ ഇല്ലയോ ഉണ്ടോ ഇല്ലയോ എന്ന് ഓരോരോരോരോ സംശയങ്ങളെ തോന്നുന്നുണ്ട്. 2 മാസങ്ങളെ വന്നു പേരെടുക്കുമ്പോ
ഈർക്കരുവേ പടിമുറ്റി നിന്നു. മൂന്നാകുന്ന മാസത്തിൽ കന്യാവ് മകളുടെ മുലക്കണ്ണുകൾ രണ്ടും കറു 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 കറുങ്ങനെ കറുക്കുന്നു. നാലാകുന്ന മാസത്തില് വെട്ടിവെച്ച നാക്കിനാവൂര് ഗർഭം ഒന്നുപടി പരക്കുന്നുണ്ട്. അഞ്ചാകുന്ന മാസങ്ങള് ഒന്ന് പേരെടുക്കുമ്പോ കന്യാവ് മകൾക്ക് ഓരോരോരോ ഗർഭച്ചാക്കോടുകള് പെരുമ്പതി തോന്നുന്നുണ്ട്. വാട്ടിയിടുന്നവട് തനങ്ങ, പൂണ്ടിയിടുന്ന കുമ്പളങ്ങ, വട്ടമൊത്ത ചേന, കുഴി നിറച്ച ചേമ്പ്, എല്ലിൽ മുളത്ത ഇറച്ചി, മുള്ളില് മൂത്ത മത്സ്യങ്ങള്, ചൂട്ടില് മൂത്ത വലിയ കോഴികളൊക്കെ കൊണ്ടുവന്നു കന്യാവ്. അന്നം അമത് ഭോജനങ്ങളും കഴിച്ചു. അവളുടെ ഗർഭച്ചാക്കോടുകളൊക്കെ ഒരു കണക്കിന് തീർത്തുന്നു. എട്ടാകുന്ന മാസത്തില് കന്യാവ് മകളുടെ കുത്തൂമുലകൾ രണ്ടിലും മുലപ്പാല് ചുരക്കുന്നുണ്ട്. 9-10 മാസങ്ങളെ വന്നീരെടുക്കുമ്പോ മകൾക്കായിരിക്കുന്നു ഓരോരോരോരോ പേറ്റുകളെ വരുമ്പോ മകളാകിരിക്കുന്നല്ലോ കുട്ടുകുട്ടു കുട്ടുകുട്ടു കുട്ടുകുട്ടുന്നനെ വിയർക്കുന്നു. അന്നേരമായിരിക്കുന്നു മകള് തന്റെ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു, അല്ലയോ നിങ്ങൾക്ക് ഇന്ന് എന്നെ വേണമെന്ന് വന്നാല് എന്റെ വയറ്റിൽ കിടക്കുന്ന പൈതലിനെ വേണമെന്ന് വന്നാല് വേഗം തന്നെ പോയിട്ട് ഒരു വൈറ്റാട്ടി മാതാവിനെ നമ്മുടെ വെട്ടിയാട്ടിലെ എന്ന തറവാട്ടോടെ കൊണ്ടുവന്നിരിക്കണമെന്ന് കന്യാവ് മകളെ വരുളി ചെയ്യുമ്പോ യോഗിയാരുഷൻ തിരുവടി നല്ലച്ഛൻ മകളുടെ വാക്കോട് വചനങ്ങളൊക്കെ കേട്ടു. വെട്ടിയാട്ടിൽ വാഴുന്ന തറവാടിന്റെ പൊന്നുമ്പോൾ പടികളം കടന്നു. ഇന്ത്യച്ചാനം ഇടപടികളൊക്കെ ഓടിമണ്ടി നടന്നു. മകൻ ഏറെയോരു കാലം നേരങ്ങളും ചെല്ലുമ്പോ വയറൂ പിടിക്കുന്ന വൈറ്റാട്ടി മാതാവിന്റെ അല്ലിമുല്ല പോർമറ്റത്തോട് കടന്നു എന്നു മാതാവിനെ മകൻ നേടി നേടി വിളിക്കുമ്പോ വൈറ്റാട്ടി മാതാവ് പുറത്തിലും പുറശാലയോടെ കടന്നു വന്ന് മകനെ കാണുമ്പോ ചോദിച്ചു, അല്ലയോ എന്റെ മകനെ നീ എവിടെന്ന് പറഞ്ഞടാ എന്നതിനെ ചോദിക്കുന്ന ഒരു നേരത്തെ മകൻ പറഞ്ഞു, ഞാനാകുന്ന മാതാവേ വെട്ടിയാട്ടിലെന്ന തറവാട്ടിൽ നിന്ന് വഴിയാതെ വഴി പോരുമ്പോ എന്റെ മാതാവേ നിങ്ങളെ പോലെയൊരു കന്യാവ് എന്റെ തറവാട്ടില് 9-10 മാസം നിറപൊരുതി ഈ ചക്കല്ലേറിയിരിപ്പാണ് മാതാവേ. ആയതിനാല് മാതാവ് ഇപ്പോൾ തന്നെ എന്റെ കൂടെ എന്റെ വെട്ടിയാട്ടിലെന്ന തറവാട്ടോടെ വന്നിരിക്കണമെന്ന് യോഗിയാർ പുരുഷന്മാരുടെ ചെയ്യുമ്പോ വയറൂ പിടിക്കുന്ന വയറ്റാട്ടി മാതാവായിരിക്കുന്നല്ല കുഞ്ഞിന്റെ പൊക്കിൽ തണ്ട മുറിക്കുവാനുള്ള നാന്തകൻ എന്ന കിടിക്കെത്തിയെടുത്തു മാതാവിന്റെ മടിയിൽ തിരികെ വയ്ക്കുന്നു. മുറ്റത്തിരിക്കുന്ന ഒരു മൂക്കൻ മുണ്ടൻ ചാത്തനെ വന്ദന കഴിഞ്ഞു മാതാവ്. യോഗിയാർ പുരുഷൻ തിരുവടി നല്ലച്ഛനും വയറു പിടിക്കുന്ന വൈറ്റാട്ടി മാതാവും കൂടിയായിരിക്കുന്നു. വെട്ടിയാട്ടിൽ വാഴുന്ന തറവാടും നോക്കി വഴി പോരുന്ന മക്കളാണ്. വെട്ടിയാട്ടിൽ വാഴും താനെല്ലാം തടിയുടെ തറവാടിന്റെ പൊന്നമ്പോർപടി നോക്കി വൈറ്റാട്ടി മാതാവും യോഗ
യോഗ്യാപുരുഷൻ തിരുവടി നല്ല ജനം വഴിയാല വഴി പോരുന്നു അന്നേരം വഴുവിൽ ദേശങ്ങളുടെ കിടന്നു അങ്ങനെ വെട്ടിയാട്ടിൽ വാഴുന്ന അഴകുള്ള തനിയുടെ തറവാടിന്റെ പൊന്നും ഓർപ്പടിയിൽ നിമരം വരുന്ന നേരത്തെ വൈനാട്ടി മാതാവായിരിക്കുന്നു ഇരുചവി പാർത്ത് നോക്കുന്നു തള്ളയുടെ കുരലോകം കേൾപ്പാനുണ്ടോ പിള്ളയുടെ കുരലോകം കേൾപ്പാനുണ്ടോ അന്നേരം പിള്ളയുടെ കുരലോചം കേട്ടില്ല തള്ളയുടെ കുരലോചം കേട്ടു അകത്തില്ല മകനാടിയിലേക്ക് ഓടി കടന്നു തൂവം പിടിപെട്ടു തിലക്കുന്ന ശ്രീയോലം കന്യാവിനെ കാണുന്നു അന്നേരം വൈകാട്ടി മാതാവ് യോഗ്യാപുരുഷൻ തിരുവടി നല്ലതിനോട് പറഞ്ഞു കേട്ടുകൊണ്ടാല് യോഗ്യാപുരുഷൻ തിരുവടി നല്ല നിങ്ങൾ വേഗം തന്നെ കൊണ്ടുവന്നാട്ടെ കുഞ്ഞേ കിണ്ണത്തിൽ ഉൾപ്പെണ്ണ കുത്താമ്പാളയില് കണ്ണുനീരം കെട്ടുവാനുള്ള കയറവ പിടിക്കയറവ പറഞ്ഞിര വാചകങ്ങള് അടച്ചോര് കണ്ണും തുറക്കും മുമ്പേ എണ്ണയോ മറിതും കൂട്ടി വേദിച്ചു തൂവം പിടിപെട്ട് നിൽക്കുന്ന ശ്രീയോലം കന്യാവിന്റെ അഞ്ചോ മർമസ്ഥാനങ്ങളില് ഉൽപ്പന്ന പുരട്ടൊഴിയുന്നു മേൽവയറ്റിലെ പിള്ളയൊഴിഞ്ഞു കീഴ്വയലിറക്കുന്നു കീഴ്വയറ്റിലെ പിള്ളയൊഴിഞ്ഞു അടിവയലിറക്കുന്നു ഒരടി മുന്നാക്കം നടത്തുന്നു മൂന്നടി പിന്നാക്കം നടത്തി പിടിച്ചു പതുക്കെയൊന്നു കുടയുമ്പോ കടുകുടന്നിനെ വന്നല്ലോ കുടുകുടന്നിനെ ഉയർത്തു എരിപൊരി സഞ്ചാരം വെള്ളത്തിന് ദാഹം തോന്നുന്നു ഓരരച്ച നൊന്നു വാലുവിളി പകരും ഓരാർത്ഥം വന്ന് പിള്ള വായ തുറക്കുന്നു രണ്ടരച്ച നൊന്നു വാലുവിളി പകരുമ്പോ സത്യവാശിവനും മകം കൊണ്ട് കാണുന്നു മൂന്നരച്ച നൊന്നു വാലുവിളി പകരുമ്പോ 300 കുടമുടഞ്ഞു കുളിയും കഴിഞ്ഞു നാലരച്ചൊന്നു വാലവിളി പകരുന്ന നേരത്ത് നാഗുനാരായണ സ്വാമിയേ താൻ തന്റെ പിള്ളയ്ക്ക് താൻ തന്നെ വരന്തിരിക വീണു അഞ്ചരച്ചൊന്നു വാലവിളി പകരുന്ന നേരത്ത് പിടിച്ചിരുന്ന പിള്ള പിടിവള്ളി വിട്ടു കുഞ്ചിക്കരണം പറഞ്ഞു സദാശിവന് കയ്യും തൊഴുതു മാതാവിനോട് ഇവിടെയും പറഞ്ഞു ആരരച്ചൊന്നു വാലവിളി പകരുന്ന നേരത്ത് വെട്ടിയാട്ടിൽ വാഴുന്ന താനില്ലെന്നനിയുടെ തറവാട്ടിൽ അറത്തു വെച്ചു ഒരു നേന്ത്രവാഴക്കുരുനിരയിൽ ആയസുള്ളോരും നീവൻ മകനെ മൂടൽ കുപ്പായത്തോട് കന്യാവ് മറ്റോ പ്രസവം കഴിഞ്ഞ് കാണുന്ന നേരം കന്യാവ മകളായിരിക്കുന്നല്ലോ മൂടല് ശീലകുപ്പായത്തോടുകൂടി ഒരു വൈകലിനെ പെറ്റു പ്രസവം കഴിഞ്ഞു വൈറ്റാട്ടി മാതാവായിരിക്കുന്നല്ലോ പുറന്നു വീണ കുഞ്ഞിന്റെ മൂടല് ശീല പിളർന്നു നോക്കുമ്പോ പൈതലായിരിക്കുന്നല്ലോ ഇള്ളേ ഇള്ളേ എന്നും മറഞ്ഞു കറിയുമ്പോ യോഗിയാർ പുരുഷൻ തിരുവടി നല്ലച്ഛൻ വൈറ്റാട്ടി മാതാവിനോട് ചോദിച്ചു അല്ലയോ എന്റെ മാതാവ് എനിക്ക് പിറന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് ചോദിക്കുമ്പോ മാതാവ് പറഞ്ഞു അല്ലയോ എന്റെ മകന് നീ ഒട്ടും തന്നെ പേടിക്കണ്ട മോനെ നിനക്കായിരിക്കുന്നടാ ആയസുള്ളോര് പൊന്നോമന മകൻ പിറന്നിട്ടുണ്ടടാ എന്ന് വൈറ്റാട്ടി മാതാവ് അവരുടെ ചെയ്യുമ്പോ യോഗിയാർ പുരുഷൻ തിരുവടി നല്ലച്ഛൻ തറവാടിന്റെ മുറ്റത്തു ഇറങ്ങി നിന്ന് വെള്ളോട്ട് പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നു തട്ടിമുട്ടി 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 പൊന്നോമന മകന്റെ പേടി ശങ്കകളെ അകറ്റുന്നുണ്ട്
അന്നേരമായിരിക്കുന്നല്ലോ. വയറ്റാട്ടി മാതാവിന്റെ പൊക്കിൽ തണ്ട് മുറിക്കുവാനുള്ള നാന്തകൻ എന്ന കിടക്ക തീയെടുക്കുന്നു. പിറന്നു വീണ പൊന്നോമനമകന്റെ പൊക്കിൽ തണ്ട് വലിച്ചു പിടിച്ചു 4 വിരൽ അടയാളം വയ്ക്കുന്നു. ഇഞ്ച 4 കൊണ്ട് കെട്ടുന്നുണ്ട്. നാന്തകൻ എന്ന കിടക്കെത്തിയാല് പൊന്നോമനമകന്റെ പൊക്കിൽ തണ്ട് മുറിക്കുന്നു. മാതാവ് കത്തിയിൽ പുരണ്ട ഇളം മധുരം നിറഞ്ഞ ലോര പൊന്നോമനമകന്റെ അണീരുണ്ടത്ത് കൊണ്ട് പുരട്ടി മകന് വാടിച്ച് വരങ്ങള് കൊടുക്കുന്നുണ്ട്. അന്നേരമായിരിക്കുന്നു മാതാവ് ദുഷിച്ച ചോരകളൊക്കെ കുത്താമ്പാടയിൽ ഊറ്റിയെടുത്തു. ദൃഷ്ടിപ്പേരുള്ള ഭൂമി സ്ഥലത്ത് കൊണ്ട് കുഴിച്ചു മൂടുന്നു. മാതാവായിരിക്കുന്നല്ലോ പെച്ചിന മാതാവിനെയും പിറന്നു വേണമെന്നോ മകനെയും കുളികുറി ദേവാലയങ്ങളും കഴിപ്പിച്ചു. അവരായിരിക്കുന്നു അവിടംവരായിരിക്കുന്നു. ഒരു നേരത്ത് പെച്ചിന മാതാവായിരിക്കുന്നു തങ്കണവൻ തന്റെ ഭർത്താവിനോട് പറഞ്ഞു, നമ്മുടെ തറവാട്ടിൽ നിന്ന് വൈറ്റാട്ടി മാതാവ് വഴിയാല വഴി പോകുമ്പോൾ മാതാവിന് വേണ്ടുന്ന 20 കങ്കരത്നപ്പൊടിയരി ഒന്നല്ലോ പുത്തൻ കൂടിയാണ്. കൺകറുത്ത നാളികേരവും കെട്ടും കിഴശീലസമ്മാനങ്ങളൊക്കെ വൈറ്റാട്ടി മാതാവിന് കൊടുക്കണമെന്ന് പറയുമ്പോൾ യോഗിയാർ പുരുഷൻ തിരുവടി നല്ലച്ചൻ ഈ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കണ്ണടച്ച് തുറക്കും മുമ്പേ വൈറ്റാട്ടി മാതാവിന്റെ വലം കയ്യാല് കൊണ്ടു കൊടുക്കുമ്പോ മാതാവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് പറന്നാരോ പുരണ്ണി പൈതലിന്റെ 28 നാൾ പേര് വിളി കല്യാണോ. മാതാവിനെ വിളിക്കുവാൻ ഇനി എന്റെ വ്യക്തിയാട്ടിലെന്ന തറവാട്ടിൽ നിന്ന് ആരും തന്നെ വഴി പോരില്ല മാതാവ്. ആയതിനാല് മാതാവ് കാലേ കൂട്ടി തന്നെ ഞങ്ങളുടെ പൊന്നോമനമകന്റെ 28 നാൾ പേരുടെ കല്യാണത്തിന് വന്നിരിക്കണം മാതാവ് എന്നവരുടെ ചെയ്യുമ്പോ വൈറ്റാട്ടി മാതാവായിരിക്കുന്ന മകനോട് പറഞ്ഞു, വന്നിരിക്കാട മകനെ എന്നും പറഞ്ഞു. അവരോട് എണിയുടെ യാത്രയും കൈവണങ്ങി വൈറ്റാട്ടി മാതാവ് വെട്ടിയാട്ടിലെന്ന തറവാട്ടിൽ നിന്ന് വഴിയാല വഴി പോകുമ്പോ 3 മുടം കടന്നു. 4 നീരാടി കുളിച്ചു. 7 കുളിച്ചു. 10 കുളമിറങ്ങി കുളിച്ചു. 15 ഈറ്റപ്പുലമാലയും കുളിച്ചു. 20 കുളി കഴിഞ്ഞു. പൊന്നോമനമകന്റെ 28 നാള് പേരുടെ കല്യാണങ്ങളൊക്കെ ഈരെടുക്കുന്നു. ഒരു നേരത്ത് പെറ്റിന മാതാവ് ഭർത്താവിനോട് പറഞ്ഞു, നമ്മൾക്കായിരിക്കുന്ന വേണ്ടുന്ന നേർച്ച വഴിപാടുകളൊക്കെ നടത്തി നമ്മൾക്ക് പുറന്ന് നമ്മളുടെ പൊന്നോമനമകന്റെ 28 നാൾ പേരുടെ കല്യാണമായിരിക്കുന്നല്ലോ. നമ്മുടെ പടുവിലെ ദേശത്തുള്ള എല്ലാ ജനങ്ങളെയും നമ്മളുടെ അയലപ്പക്കാരെ ആയിരിക്കുന്നു. കാലേ കൂട്ടി 4 ദിവസം തന്നെ വന്നിരിക്കണമെന്നവരുടെ ചെയ്യണു. അമ്മാവന്മാരെ അറിയിക്കണം, ചേട്ടത്തിമാരെ അറിയിക്കണം, വല്യമ്മമാരെ അറിയിക്കണം എന്ന് വേണ്ട. തന്നണങ്ങ് പൊന്നണങ്ങ് എന്ന് വേണ്ട. മഹാജനങ്ങളെയൊക്കെ മകന്റെ 28 നാൾ പേർ വിളി കല്യാണം വിളിക്കണമെന്ന് പറയുമ്പോൾ
യോഗിയാർ പുരുഷൻ തിരുപടി നല്ലച്ചൽ കന്യാമ മകളോട് അണിയുടെ യാത്രയും കൈവഴങ്ങി വെറ്റിയാട്ടിൽ നിന്ന് തറവാടിന്റെ പോർപ്പടി കടന്നു തന്റെ പൊന്നു മകന്റെ 28 നാട് പേർ വിളിക്കുവാനായിട്ട് വഴിയാതെ വഴി പോകുന്ന മകനാണ്. മഹാജനങ്ങളെ അറിവിനെ കൂട്ടുവാൻ വഴിയാലെ വഴി പോകുന്നല്ലോ. അച്ഛനോടും അമ്മയോടും ഇണങ്ങരെ സന്തുബന്ധുക്കളെ അമ്മാവന് വലിയമ്മാവൻ വലിയച്ഛന്മാരെ അമ്മായിമാരെ കൊണ്ട് ആരോമൽ ഉണ്ണിവൻ മകന്റെ 28 പേർ വിളിയറിവ് കൂട്ടുന്നു. ചേരമാൻ കണ്ടാന്റെ പൊന്നും ഓർമടിയിൽ നിന്നു മകന് വേണ്ടുന്ന കളവളാക്കിങ്ങിണി മോതിരങ്ങൾ കെട്ടറ്റ പുലിനകങ്ങളൊക്കെ മണിയിൽ കഴിച്ചു വെള്ളരെ ചുറ്റ് പൊന്നരെ ചുറ്റ് തളവളാക്കിങ്ങിണി മോതിരം മണിയും കഴിച്ചു. അങ്ങനെ പെട്ടിയാട്ടിൽ വാഴുന്ന കാലിൽ എന്നരിയുടെ തറവാട്ടിൽ വന്ന് മെയ്യോഗം തെളിഞ്ഞു. അന്ന് ഞാഴസ്തമുന്നം പാർത്ത് പിറ്റന്ന നിലവീഴും പുലരുമ്പോ പെട്ടെന്നിന് ഞെട്ടി എഴുന്നേറ്റു. അന്നേരമായിരിക്കുന്നല്ലോ ആരോമൽ ഉണ്ണിവൻ മകനെ ചിറ്റള്ളിൽ നിന്നതേക്കുന്നു വിളക്കുമാറും ഇഞ്ചപ്പാലിന്റെ കുളിയും കഴിഞ്ഞു. അന്നേരമായിരിക്കുന്നല്ലോ ചെമ്പിട്ടരികൾ വെക്കുന്നു. അരികൾ പലതും ചുമച്ചിരിക്കുന്നു. അറിയിച്ചു വന്ന മഹാജനങ്ങളൊക്കെ വെട്ടിയാട്ടിൽ വാഴുന്ന കാലിൽ എന്നരിയുടെ തറവാട്ടിൽ വന്ന് മെയ്യോഗം തെളിഞ്ഞ് അറിയിരിക്കുന്ന നേരമോ നേരമായിരിക്കുന്നല്ലോ. യോഗിയാർ പുരുഷൻ തിരുപടി നല്ലച്ഛൻ മകനെ എടുത്തു തന്നുടെ മടിയിലെ കമ്പടക്കോ കിടത്തുന്നു. വാഴയില നീന്തി മകന്റെ നാണം മറയ്ക്കുന്നു. അരിമണി ജലഗന്ധ ധൂമദീപങ്ങളാല് അഞ്ചിനാഭൂതകളം കഴിഞ്ഞു കാണുമ്പോ വെട്ടിയാട്ടിൽ വാഴുന്ന തനിയുടെ തറവാട്ടില് പണ്ടേയുള്ള കാരണവന്മാരോട് ചോദിച്ചു, എനിക്കോ പിറന്ന മകന് ഞാൻ വണ്ണമുള്ള പേര് വിളിക്കണോ, എപ്രകാരമുള്ള പേര് വിളിക്കണമെന്നവരുടെ ചെയ്യുമ്പോ വെട്ടിയാട്ടിലെന്ന തറവാട്ടിലെ പണ്ടേയുള്ള കാരണവന്മാരെ പറഞ്ഞു, അല്ലയോ എന്റെ മകന്, നമ്മുടെ തറവാട്ടില് പണ്ടേക്ക് നല്ലൊരു പേര് കിടപ്പുണ്ടടാ മകന്. കൃഷ്ണൻ എന്നൊരു പേര് കിടപ്പുണ്ട്. ആ പേര് തന്നെ നിന്റെ ആരോമനുണ്ണി പൈതലിനെ വിളിക്കണമെന്ന് പറയുമ്പോൾ മകന് രണ്ടല്ലോ തണ്ണീർ വെച്ചിലായെടുക്കുന്നു. പൊന്നോമന മകന്റെ ഇടഞ്ച വിടാല പുതപ്പിച്ചു, വനഞ്ച വിടാല പുതപ്പിക്കുന്നു. പൊന്നോമന മകന്റെ ഇടഞ്ച വീട്ടിലായിരിക്കുന്നു. യോഗിയാർ പുരുഷൻ കരണമന്ത്രങ്ങളും രാമകൃഷ്ണ മന്ത്രങ്ങളും ജപിക്കുന്നു. പൊന്നോമന മകന്റെ വനഞ്ച വീട്ടില് വെച്ചിലാ പുതപ്പിക്കുന്നു. യോഗിയാർ പുരുഷൻ തിരുവടി നല്ലച്ഛൻ മകന്, അല്ലയോ എന്റെ മകനെ കൃഷ്ണൻ മകന്. കൃഷ്ണ 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 എന്ന തിരുനാമ പേരോ വിളിക്കുമ്പോ പെച്ചിന മാതാവായിരിക്കുന്ന മകനെയും എടുത്തു മകന്റെ വലഞ്ച വീട്ടില് കൃഷ്ണനെന്ന തിരുനാമ പേരു വിളിക്കുന്നു. തളവളാക്കിങ്ങനെ മോതിരങ്ങളെ 8 പേർ വിളിക്കുന്ന അമ്മാവന്മാരെ അമ്മായിമാരുമൊക്കെ വന്നു മകന്. തളവള മോതിരങ്ങളും തണഞ്ഞു. കൃഷ്ണൻ എന്ന തിരുനാമ പേരു വിളിക്കുന്നുണ്ട്. പുടവ കൊടുത്ത് പേർ വിളിക്കുന്നവർ പുടവയും കൊടുത്ത് പേർ വിളിച്ചു. അന്നേരമായിരിക്കുന്നല്ലോ വെട്ടിയാട്ടിൽ വാഴുന്ന തനിയുടെ തറവാട്ടിൽ വേണ്ടുന്ന
അന്നം അമൃത ഭോജനങ്ങളൊക്കെ കാലാക്കിയിട്ടുണ്ട്. വന്നിട്ടുള്ള മഹാജനങ്ങളൊക്കെ അന്നം അമൃത ഭോജനങ്ങളും കഴിച്ചു. യോഗിയാർ പുരുഷൻ തിരുവടി തന്നച്ഛനോടും പെറ്റിന മാതാവിനോടും അണിയുടെ യാത്രയും കൈവഴങ്ങി വഴിയാതെ വഴി പോകുമ്പോൾ പെറ്റിന മാതാവായിരിക്കുന്നല്ലോ മകനു അണിഞ്ഞ് തളവളാക്കിങ്ങിണി മോതിരങ്ങളൊക്കെ ഊരിയെടുക്കുന്നു. നിറപറ മണിവിളക്കും എടുത്തുകൊണ്ട് കൂത്തമ്പലത്തിൽ നിന്ന് മാറ്റമ്പലം നോക്കി കുടി വയ്ക്കുന്ന പോ